Hi dear students, once again welcome back to Alex E Academy. ഇത് ആക്ച്വലി ഒരു ലെക്ചർ വീഡിയോ അല്ല, ഇത് നമ്മളൊരു പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. 7th സെമസ്റ്റർ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിലെ CET 401 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കോഴ്സിന്റെ അനൗൺസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചറിന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ 2019 സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത് CET 401, സബ്ജക്ട് നെയിം ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ബ്രീഫായിട്ടുള്ള സിലബസിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സബ്ജക്റ്റ് 2019 സ്കീം KTUവിൻ്റെ 2019 സ്കീമിൻ്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. 3 ക്രെഡിറ്റ് ആണ് ടോട്ടൽ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് വരുന്നത്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ S6 പഠിച്ച സ്ട്രക്ചറൽ അനാലിസിസ് 2 ആണ്. അതുപോലെ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ S5 5th സെമിസ്റ്ററിൽ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് RCC റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈൻ നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ DCS പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫീൽഡിൽ ചെല്ലുമ്പോഴും വർക്കിലൊക്കെ ആയിരിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് DSS. ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമുക്ക് ടോട്ടൽ 150 മാർക്സ് ആണ്. അതിനകത്ത് 50 മാർക്സ് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനാണ്. അതായത് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്സ് ആയിട്ട് കോളേജിൽ ഇടുന്നതാണ് 50 മാർക്സ്. എൻഡ് സെമസ്റ്റർ എക്സാമിന് 100 മാർക്സ് ആണ് വരുന്നത്. എൻഡ് സെമസ്റ്റർ എക്സാമിന് 3 hour ഡ്യൂറേഷനാണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഇനി ഈ ഒരു 50 മാർക്സിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, അതിൻ്റെ സ്പ്ലിറ്റപ്പ് ആണ് വരുന്നത്. അറ്റൻഡൻസ്, നിങ്ങളുടെ റെഗുലർ അറ്റൻഡൻസിൽ നിന്ന് നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. ഇനി 2 സീരീസ് എക്സാം കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ കോളേജിൽ 2 നടത്തും. അതിൻ്റെ ആവറേജ് ആയിട്ട് 25 മാർക്സിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അസൈൻമെൻറ്റുകൾ, പ്രോജക്റ്റുകൾ, ക്വിസുകൾ നടത്തിയിട്ട് 15 മാർക്സ്, അതായത് ബേസിക്കലി അസൈൻമെൻറ്റിന് 15 മാർക്ക്. ഈ രീതിയിലാണ് നമുക്ക് 50 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. ഇനി എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ പാറ്റേൺ ആണ് പറയുന്നത്. നോർമൽ സബ്ജക്റ്റുകൾ പോലെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടാവും. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. 3 മാർക്കായിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതമായിരിക്കും പാർട്ട് എയിൽ വരുന്നത്. അപ്പോൾ പാർട്ട് എയിൽ മൊത്തം 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ മിനിമം നമുക്ക് പാർട്ട് എയിൽ നിന്ന് ഉണ്ടാവും. പാർട്ട് ബിയിൽ നമുക്കറിയാം 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അതായത് ഓവറായിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഒരു ക്വസ്റ്റ്യന് മാക്സിമം 2 സബ് ഡിവിഷൻസ് വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സിലബസിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഏതൊക്കെ മൊഡ്യൂൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, സ്റ്റീൽ സെക്ഷൻസ് ഏതൊക്കെയാണ്, ഇനി ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ ലോഡ് കോമ്പിനേഷൻ, ഇനി ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൻ്റെ കൺസെപ്റ്റുകൾ. നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ളത് ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻസ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ടുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ടെൻഷൻ മെമ്പറാണ്. ടൈപ്സ് ഓഫ് സെക്ഷൻ, നെറ്റ് ഏരിയ, ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ്, കൺസെപ്റ്റ് ഓഫ് ഷിയർ ലാഗ്, യൂസ് ഓഫ് ലങ് ആംഗിൾ, കണക്ഷൻ ഇൻ ടെൻഷൻ മെമ്പേഴ്സ്. അപ്പം ടെൻഷൻ മെമ്പേഴ്സിൻ്റെ ഡിസൈനാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. തേർഡ് മൊഡ്യൂളിൽ കംപ്രഷൻ മെമ്പേഴ്സ് ആണ്. ഡിസൈൻ ഓഫ് സ്ട്രട്സ്, സോളിഡ് ആൻഡ് ബിൽട്ട് അപ്പ് കോളംസ് ഫോർ ആക്സിയൽ ലോഡ്സ്, ഡിസൈൻ ഓഫ് ലേസിങ്സ് ആൻഡ് പാറ്റേൺസ്, കോളം ബേസിസ്, സ്ലാബ് ബേസ്, ഗസറ്റഡ് ബേസ്. ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഡിസൈൻ ഓഫ് ബീംസ് ആണ്. ലാറ്ററലി റീസ്ട്രെയിൻഡ് ആൻഡ് അൺസ്ട്രെയിൻഡ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ബീംസ്, പ്ലേറ്റ് ഗിഡേഴ്സ് സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഡിസൈൻ ഓഫ് സ്റ്റിഫ്നെസ്. ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഡിസൈൻ ഓഫ് റൂഫ് ട്രസ്സസ് ആണ്. ടൈപ്സ്, ഡിസൈൻ ലോഡ്സ് ആൻഡ് ലോഡ് കോമ്പിനേഷൻ, അസസ്മെൻറ്റ് ഓഫ് വിൻഡ് ലോഡ്സ്, ഡിസൈൻ ഓഫ് പർലിങ്സ്, മൊമെൻറ്റ് റെസിസ്റ്റൻസ് ഓർ എസെൻട്രിസിറ്റി കണക്ഷൻ. ഇത് കൂടാതെ നമുക്ക് ഒരു സബ് പാർട്ടായിട്ട് ഫയർ റെസിസ്റ്റൻറ്റ് ഡിസൈൻ, ക്രൈറ്റീരിയ, ഫയർ റെസിസ്റ്റൻസ് അസസ്മെൻറ്റ്, മെറ്റീരിയൽ പ്രോപ്പർട്ടി, ഡിസൈൻ അപ്രോച്ച്, പാസീവ് പ്രൊട്ടക്ഷൻ ഫോർ സ്റ്റീൽ വർക്ക്, ഫയർ റെസിസ്റ്റിംഗ് സ്റ്റീൽ, ഫയർ പെർഫോമൻസ് അസസ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് ഈ ഒരു ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
റെഫറൻസ് ആയിട്ട് ആദ്യമേ അവർ പറയുന്നത് പുന്മയ ഓദർ പുന്മയുടെ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ടെക്സ്റ്റാണ്. ഇതായിരിക്കും മെജോറിറ്റി കോളേജുകളിലും യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് റെഫറൻസ് ടെക്സ്റ്റുകൾ അല്ലാതെയും കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഓൾറെഡി നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 hours ആണ് ഡ്യൂറേഷൻ. ഈ സബ്ജക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന IS കോഡുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. IS 800, IS 875, IS 883. ഈ 3 കോഡുകളാണ് നമുക്ക് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ എക്സാം എഴുതുമ്പോൾ ക്ലാസ്സിൽ പെർമിറ്റഡ് ആയിട്ടുള്ളത്. പാർട്ട് എയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 ക്വസ്റ്റ്യനാണ്. 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ച് ഉണ്ടാവും. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഒരു ഫുൾ ക്വസ്റ്റ്യന് 14 മാർക്കാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നോർമലി നമ്മുടെ എക്സാം പാറ്റേണിൽ വരുന്നതനുസരിച്ച്. ഇനി അടുത്തത് നമുക്ക് ഓരോ സിലബസിൻ്റെയും ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പ്ലിറ്റപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോഴ്സ് ഔട്ട്കംസ് വെച്ചിട്ട് സ്പ്ലിറ്റപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനായിട്ടുള്ളത്. അതായത് നമ്മൾ സബ്ജക്റ്റ് എന്താണ് എന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.